ഒരു സ്റ്റാർ വാല്യൂ കൂടി നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. ഇത്രയും നാളും അവിടെ അടക്കി വാണിരുന്ന ശശി തരൂരിനെ പോലും ഒന്ന് ശശി തരൂർ പതറിയത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിലാണ് എന്നൊരു ജനസംസാരം നിൽക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വളരെ ശക്തനായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ നേടുന്നതാണ്. ഇത്തവണ അവിടെ കാര്യം നടക്കുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശക്തമായൊരു മത്സരം നടന്ന ഒരു ലോക്സഭാ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തെക്കേറ്റത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ 3 തവണ ശശി തരൂർ ഇവിടെ ജനവിധി തേടുമ്പോഴും അദ്ദേഹത്തിനൊരു ശക്തനായ മത്സരം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻപിലേക്ക് ഒരു ശക്തനായ സ്ഥാനാർത്ഥി നൽകാൻ പലപ്പോഴും പല മുന്നണികൾക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. തിരുവനന്തപുരത്തേക്ക് NDAയുടെ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തിയത് മുതൽ മാർച്ച് 4-ാം തീയതി വൈകിട്ടോടുകൂടി അദ്ദേഹം എത്തിയത് മുതൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അത് കൊടുക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കാര്യം നടക്കും, എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ ആ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തത്. ഒരു V ഷേപ്പിൽ കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം, പാറശാല, നേമം, കോവളം, നെയ്യാറ്റിൻകര, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങൾ ചേർന്ന ഒരു ലോക്സഭാ മണ്ഡലം. ആ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനത്തിലെ ഒരു ചെറിയ നേരിയ കുറവ് അത് എല്ലാ മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അത് 70-ന് മുകളിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യം. 74% കഴിഞ്ഞ തവണ തലസ്ഥാന ജില്ലയുടെ പോളിംഗ് ശതമാനം പോയത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുമ്പ് K മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നു വോട്ടിംഗ് ശതമാനം ഇത്രത്തോളം കുറഞ്ഞത് സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മതിയായ സൗകര്യം സർക്കാർ ഒരുക്കി നൽകിയില്ല എന്നാണ് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായത്. അങ്ങനെ തന്നെയാണോ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ കാണാൻ സാധിച്ചത്? ദേവിക, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതുപോലെയും ഇന്നലെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ജനം TV അടക്കം സംപ്രേഷണം ചെയ്ത ചില പ്രതികരണങ്ങൾ അത്തരത്തിൽ തന്നെയാണ്. കാരണം മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നില്ല. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് മതിയായ പരിശീലനം ലഭ്യമാകാത്തത് വലിയ രീതിയിലുള്ള കാലതാമസങ്ങൾ പല പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ പട്ടം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന പട്ടത്തെ വിവിധ ബൂത്തുകൾ, അതായത് ഏകദേശം 6ഓളം ബൂത്തുകളിൽ മണിക്കൂറുകളോളം വരി നിന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ വോട്ടർമാർ അടക്കം വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ജനം TVയോടത് പ്രതികരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് തീരദേശ മേഖലകളിലെ പല പോളിംഗ് ബൂത്തുകളിലും 8 മണിക്ക് ശേഷവും നീണ്ട വരി ദൃശ്യമായത് ഈ ഒരു ഉദ്യോഗസ്ഥരുടെ അഭാവമാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നുള്ളൊരു വിമർശനം ആ ഘട്ടങ്ങളിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുന്നത് പോളിംഗ് ശതമാനത്തിൽ ഇനിയും മാറ്റമുണ്ടാകാം. അതായത് ഏകദേശം 71.6% ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം വിലയിരുത്തിയിട്ടുള്ളത്, ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ വീട്ടിലെ വോട്ടും ഒപ്പം തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകാം. 1-2% വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതിൽ കനത്ത ചൂടും ഒപ്പം തന്നെ കാലാവസ്ഥയും ഒക്കെ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഒപ്പം പ്രചാരണം വലിയ രീതിയിൽ സ്വീപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയെങ്കിലും അതൊന്നും വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഓരോ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ 7 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, കോവളം, നെയ്യാറ്റിൻകര ഉൾപ്പെടെ വരുന്ന, പാറശാല ഉൾപ്പെടെ വരുന്ന 7 നിയോജക മണ്ഡലങ്ങളാണ്. ഈ 7 നിയോജക മണ്ഡലങ്ങളിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എന്നുള്ളത് 66.43%. അതായത് 2019 പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ 73.66%. ഏകദേശം വലിയൊരു വ്യത്യാസം ഈ ഒരു ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ
പോളിംഗ് ശതമാനം 65.12% ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വട്ടിയൂർക്കാവിലാണെങ്കിൽ 62.87% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആദ്യം മുതൽ തന്നെ പോളിംഗ് ശതമാനം കുറവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. ഇവിടെ 69% ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 69.33% ഉണ്ടായിരുന്ന പോളിംഗ് ആണ് 62ലേക്ക് വട്ടിയൂർക്കാവിൽ കൂപ്പുകുത്തിയത്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ 59.70% വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 67.40% വലിയൊരു വ്യത്യാസം തിരുവനന്തപുരം സിറ്റി മേഖലകൾ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.